പരാതി ഉന്നയിച്ച യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന് സി കൃഷ്ണകുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച സന്ദീപ് വാര്യരും പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി. പാലക്കാട് വാർത്താ സമ്മേളനത്തിലാണ് സി കൃഷ്ണകുമാറിനെതിരെ പരാതി പറഞ്ഞ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത്. അതേസമയം സി കൃഷ്ണകുമാറിനെതിരെ പരാതി ഉന്നയിച്ച പെൺകുട്ടി എന്തുകൊണ്ട് അപ്പീൽ പോയില്ല എന്ന ജനം ടിവിയുടെ ചോദ്യത്തിന് സന്ദീപ് വാര്യർ ഉത്തരം നൽകിയില്ല. 2023-ലും 2024-ലും സി കൃഷ്ണകുമാറിന് അനുകൂലമായി കോടതി വിധി വന്നപ്പോൾ സിവിൽ കേസിൽ മാത്രമാണ് പരാതിക്കാരി അപ്പീൽ പോയത്. അതിജീവിതയുടെ അവരുടെ ഉദ്ദേശശുദ്ധിയെയും അവരുടെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യാനാണ് ജനം ടി വി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാരക്ടർ അസാസിനേഷൻ. ഉറച്ച RSS അനുഭാവിയായ BJP അനുഭാവിയായ ഒരു പെൺകുട്ടിയുടെ അതിജീവിതയുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടി ജനം ടി വി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ, അല്ല, ക്യാരക്ടർ അസാസിനേഷൻ ആണ് ജനം ടി വി ശ്രമിക്കുന്നത്. ഇത് സ്വന്തം പാർട്ടിയിലും സംഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ പോലും മടിയില്ലാത്ത നെറികെട്ട സ്ഥാപനമായി ജനം ടി വി മാറിയിരിക്കുകയാണ്. അതേ പറയുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അതേ പറയുന്നുള്ളൂ. നിങ്ങളെ വെല്ലുവിളി എന്ന് എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ വെല്ലുവിളിയൊക്കെ അവിടെ വെച്ചേ. നിങ്ങളെ വെല്ലുവിളിയൊക്കെ അവിടെ വെച്ചേ. വേറെ ചോദിക്കാണ്ടോ. എന്താ ആരുണേ പറഞ്ഞു? എന്താ സാധ്യത? വിവരങ്ങളുമായി അരുൺ ആലത്തൂര് ചേരുകയാണ്. അരുണിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്ന് മാത്രമല്ല, സന്ദീപ് വാര്യർ കൊഞ്ഞനം കുത്തുകയാണല്ലോ. രാഖി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ചെയ്തത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ സന്ദീപ് വാര്യറും അതുപോലെ തന്നെ VD സതീശനൊക്കെ ചേർന്നുകൊണ്ട് BJPക്കെതിരെ വലിയ ഒരു ബോംബ് പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സി കൃഷ്ണകുമാറിന്റെ ഒരു കുടുംബത്തിലെ പ്രശ്നത്തിന് സ്വത്ത് തർക്കത്തെ എടുത്ത് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ വിഷയം സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് സന്ദീപ് വാര്യർ പാലക്കാട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ചോദിച്ചത്. നമ്മൾ ചോദിച്ചത്, ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോവാതിരുന്നത്, സി കൃഷ്ണകുമാറിനെതിരെയുള്ള ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് കൂടുതൽ നടപടികളിലേക്ക് പോവാതിരുന്നത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിന് സന്ദീപ് വാര്യർ പറഞ്ഞത്, ഇവർക്ക് നിയമപരമായിട്ടുള്ള അറിവില്ലായിരുന്നു, നിയമപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു സന്ദീപ് വാര്യർ പറഞ്ഞത്. നിയമവിദ്യാഭ്യാസം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തി, ആ പരാതിക്കാരിയായ വ്യക്തി 2012-ൽ, അതായത് സി കൃഷ്ണകുമാറിനെതിരെ പരാതി കൊടുക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ സി കൃഷ്ണകുമാറിനെതിരെ ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടൊക്കെ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഇവർ 2012-ൽ തന്നെ മറ്റൊരു കേസിൽ കോടതിയെ സമീപിച്ച് അവർ കോടതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ വ്യവഹാരങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ നിന്ന് തന്നെ അവർക്ക് നേരത്തെ നിയമപരമായിട്ട് എങ്ങനെയൊക്കെ മൂവ് ചെയ്യണം എന്നുള്ളതിന് അറിവുണ്ടായിരുന്നു എന്നുള്ളതല്ലേ അതിലൂടെ വ്യക്തമാവുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം ചോദിച്ചത്. അപ്പോൾ സന്ദീപ് വാര്യർ ജനം ടി വി ആ പരാതിക്കാരിയുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. അതിനുശേഷം രണ്ടാമതായി നമ്മൾ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. അതായത് 2023-ലും 2024-ലുമാണ് സി കൃഷ്ണകുമാറിന് അനുകൂലമായിട്ടുള്ള കോടതി ഉത്തരവുകൾ ഉണ്ടാവുന്നത്. അതിൽ 2023-ൽ ഈ പരാതിക്കാരി നൽകിയ സിവിൽ കേസിലും 2024-ൽ ഈ പരാതിക്കാരി നൽകിയ ക്രിമിനൽ കേസിലും സി കൃഷ്ണകുമാറിന് അനുകൂലമായി കോടതി ഉത്തരവ് ഉണ്ടാവുന്നു. അതിനുശേഷം ഈ 2023-ൽ വിധി വന്ന ആ സിവിൽ കേസിൽ മാത്രമാണ് ഇവർ മേൽക്കോടതിയെ സമീപിച്ച് അപ്പീൽ പോയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് 2024-ൽ ക്രിമിനൽ കേസിൽ, അതായത് സി കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ 2024-ലെ ക്രിമിനൽ കേസിൽ എന്തുകൊണ്ട് പരാതിക്കാരി മുൻപോട്ട് പോയില്ല, അതിൽ മേൽക്കോടതിയെ സമീപിച്ച് അപ്പീൽ പോയില്ല എന്ന് ചോദിച്ചപ്പോഴാണ് അതിനൊരു കൃത്യമായ ഒരു ഉത്തരവും പറയാതെ സന്ദീപ് വാര്യർ ഉരുണ്ട് കളിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും അത് ഓരോരുത്തർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയം കൂടെയാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ പരാതിക്കാരി 2024-ൽ ഈ മേൽക്കോടതിയെ സമീപിക്കുകയോ ആ വിഷയത്തിൽ അപ്പീൽ പോവുകയോ ഒന്നും ചെയ്യാതിരിക്കുകയും മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു വിഷയം വലിയ രീതിയിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിരവധി പെൺകുട്ടികളുടെ ഓഡിയോ കോളുകളും മറ്റുമൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ആ വിഷയം വലിയ ചർച്ചയായപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, അതായത് രാഹുലിൻ്റെ വിഷയം വലിയ ചർച്ചയായി ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം
പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന് ഇമെയിൽ വഴി ഒരു പരാതി എന്ന തരത്തിൽ ഈ വിഷയത്തെ പരാതിയായിട്ട് നൽകുന്നു. അതിനുശേഷം പിന്നീട് അത് മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ചർച്ചയാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമല്ലേ എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചത്. പക്ഷേ അതിനൊന്നും കൃത്യമായ ഉത്തരം പറയാതെ ഉരുണ്ട് കളിക്കുകയാണ് സന്ദീപ് വാര്യർ ചെയ്തത് എന്നുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം C. കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ പറഞ്ഞൊരു കാര്യം, C. കൃഷ്ണകുമാർ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ സന്ദീപ് വാര്യർ തന്നെ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അതിനൊക്കെ അപ്പുറം മറ്റൊരു കാര്യം കൂടി നമ്മൾ ചോദിച്ചു, അതിനും കൃത്യമായ ഉത്തരം നൽകിയില്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് ഈ പരാതിക്കാരിയായ പെൺകുട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരാതി നൽകിയിട്ടുണ്ട്, ഇത്തരത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ C. കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി പാലക്കാട് SP-യുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പാലക്കാട്ടെ പോലീസുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ പരാതിക്കാരിയായ വ്യക്തി നൽകിയിരിക്കുന്നത് ഈ C. കൃഷ്ണകുമാറിന്റെ സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കണം, C. കൃഷ്ണകുമാർ ഒരു കാർ വാങ്ങിയതിൽ അഴിമതിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. മറിച്ച് ഈ ലൈംഗികമായി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ല പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് നമ്മൾ സന്ദീപ് വാര്യരോട് ചോദിച്ചപ്പോൾ ആ പരാതി ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നാണ് സന്ദീപ് വാര്യർ പ്രതികരിച്ചത്. അതായത് ആ പരാതിക്കാരി പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ ആ പരാതി പോലും എന്താണെന്ന് അറിയാതെയായിരുന്നു കഴിഞ്ഞ ദിവസം ആ സന്ദീപ് വാര്യർ ഇത്തരത്തിൽ ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും ഈ സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ C. കൃഷ്ണകുമാറിനോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ, അതായത് BJPയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ തന്നെ സന്ദീപ് വാര്യർക്ക് C. കൃഷ്ണകുമാറിനോട് വലിയ വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയതിനു ശേഷം ആ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും മറ്റുമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നു എന്നുള്ള പരക്കെ ആക്ഷേപം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം പ്രതികരണം സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, കോൺഗ്രസിനകത്ത് തന്നെ നേരത്തെ തന്നെ വിമർശനമായിട്ട് ഉയർന്നിരുന്നു. കാരണം ഈ ഒരു കുടുംബത്തിലെ സിവിൽ പ്രശ്നത്തെ അല്ലെങ്കിൽ സ്വത്ത് തർക്കത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചതിൽ തന്നെ ഈ VD സതീശനും മറ്റും വെട്ടിലാവുകയും കോൺഗ്രസും വെട്ടിലാവുകയും ചെയ്തതോടുകൂടെ തന്നെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ അന്ന് തന്നെ ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് സന്ദീപ് വാര്യർ ഈ തൻ്റെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെള്ളപൂശാൻ വേണ്ടിയാണ് C. കൃഷ്ണകുമാറിനെതിരെ നേരത്തെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മറ്റുമൊക്കെ ആയിട്ട്, അതായത് നിരവധി തവണ പാലക്കാട് തന്നെ ഈ പരാതിക്കാരി ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും C. കൃഷ്ണകുമാർ മത്സരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്ന സമാന വിഷയവുമായിട്ട് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. ഏതായാലും ഈ പശ്ചാത്തലത്തിൽ പോലും നമ്മൾ ചോദിച്ച ഓരോ ചോദ്യങ്ങളും പ്രസക്തമാണ് എന്നുള്ളതാണ്. ഒന്ന്, പരാതിക്കാരിക്ക് നിയമപരമായിട്ടുള്ള കൃത്യമായിട്ട് അറിവില്ലായ്മ കൊണ്ടാണ് C. കൃഷ്ണകുമാറിനെതിരെയുള്ള പരാതി എങ്ങനെ പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നത് എന്നുള്ളതാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നത്. ഏതായാലും അങ്ങനെ നിയമപരമായിട്ട് അറിവില്ലാത്ത വ്യക്തി കൃഷ്ണകുമാറിനെതിരെ പരാതി കൊടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ ഇത്തരമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനൊക്കെ മുൻപ് തന്നെ മറ്റൊരു കേസിൽ ഇവർ 2012 കോടതി വ്യവഹാരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ രേഖകൾ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ രേഖകളിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല. രണ്ടാമത്തെ കാര്യമായിട്ടുള്ളത്, 2023-ലും 2024-ലും C. കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് കോടതിയുടെ വിധി ഉണ്ടാവുന്നു. എന്നാൽ ആ 2023-ലെ സിവിൽ കേസിൽ കോടതി കൃഷ്ണകുമാറിന് അനുകൂലമായി വിധിച്ചപ്പോൾ ആ കേസിൽ ഈ പരാതിക്കാരി മുഗൾ കോടതിയെ സമീപിച്ചുകൊണ്ട് അതിൽ അപ്പീൽ പോകുന്നു. അതേസമയം 2024-ൽ ഇവർ പറഞ്ഞ അവരെ മർദ്ദിച്ചു അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന 2024-ലെ പരാതിയിൽ ഇവർ ഇതുവരെയും അപ്പീൽ പോയില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ ചർച്ചയായപ്പോൾ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിന് ഇത് പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിന് തയ്യാറായിട്ടുള്ളതും. മാത്രമല്ല, ഇതിന്റെ വിശദ വിവരങ്ങൾ എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തത്. ഏതായാലും പ്രസക്തമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് കോൺഗ്രസിന്റെ നേതാവായ സന്ദീപ് വാര്യർ ചെയ്തത്. ശരി അരുൺ, പരാതി ഉന്നയിച്ച യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന് C. കൃഷ്ണകുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച സന്ദീപ് വാര്യരും ഒടുവിൽ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയായിരുന്നു. പാലക്കാട് വാർത്താ സമ്മേളനത്തിലാണ് C. കൃഷ്ണകുമാറിനെതിരെ പരാതി പറഞ്ഞ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഇദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതേസമയം തന്നെ C. കൃഷ്ണകുമാറിനെതിരെ പരാതി ഉന്നയിച്ച പെൺകുട്ടി എന്തുകൊണ്ട് അപ്പീൽ പോയില്ല എന്ന ജനം TV-യുടെ ചോദ്യത്തിന് സന്ദീപ് വാര്യർക്ക് ഉത്തരം മുട്ടിപ്പോയി. വല്ലാത്ത രോഷത്തിലായിരുന്നു സന്ദീപ് വാര്യർ തൻ്റെ ഉത്തരമുട്ടൽ ചുരുക്കി കാണിച്ചത് എന്നുള്ളതാണ്. എന്തായാലും വളരെ ആ പ്രതികരണം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു എന്നുള്ളത് കൂടി ചൂണ്ടിക്കാട്ടുകയാണ്. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.